ഓക്കെ, എക്സാം സംബന്ധിച്ച് നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ഈ ടൈപ്പാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, നമ്മളൊരു ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുക. ഇത് ഉറപ്പായിട്ടും വരയ്ക്കണം, അതിന് ശേഷം വരയ്ക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ, സപ്പോർട്ട്സിനെയൊക്കെ മാറ്റി നമ്മൾ റിയാക്ഷൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ റിയാക്ഷൻ വരും RA RB RA. ഇനി 30 കിലോ ന്യൂട്ടനോടുണ്ട്, സോ അതിനെ വരയ്ക്കാം. അടുത്ത 60 കിലോ ന്യൂട്ടനുണ്ട്, അതിനെ വരയ്ക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് എന്തുണ്ട്, ഒരു മിഡ് പോയിന്റിൽ UDL വരുന്നു, മിഡ് ഭാഗത്തായിട്ട് 4 മീറ്റർ വരുന്നു. അപ്പോൾ ഇത് 4 മീറ്റർ വെച്ചു. അപ്പോൾ ഇത് 4 മീറ്ററിൽ മിഡ് പോയിന്റിൽ ഇങ്ങനെ ലോഡ് വരുന്നുണ്ട്. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഇക്വലൻ്റ് ലോഡ് പോയിന്റ് ലോഡാക്കി മാറ്റണം. അപ്പോൾ 10 കിലോ ന്യൂട്ടൺ എത്ര ദൂരത്ത് ആക്ട് ചെയ്യുന്നു, 4 മീറ്റർ. 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിൽ 10 കിലോ ന്യൂട്ടൺ ഉണ്ട്. അങ്ങനെയുള്ള 4 മീറ്റർ ഉണ്ടെങ്കിൽ ടോട്ടൽ ലോഡ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടത്തില്ലേ, 10 × 4 40 കിലോ ന്യൂട്ടൺ വരും. സോ 40 കിലോ ന്യൂട്ടൺ എവിടെ ആക്ട് ചെയ്യും, ഇവിടെ ആക്ട് ചെയ്യും. മിഡ് പോയിന്റ് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഓരോരുത്തരുടെ ദൂരം, ആദ്യത്തെ ആൾ 2 മീറ്ററാണ്, രണ്ടാമത്തെ ആൾ 4 മീറ്ററിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ദൂരം 2 മീറ്റർ വരും. ഓൾറെഡി 2 മീറ്റർ ഇവിടുന്ന് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 4 മീറ്റർ കിട്ടും. ഇനി അടുത്തത് വീണ്ടും 60 കിലോ ന്യൂട്ടൺ, അത് 4 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 4 + 6 മീറ്റർ വരും, 6 മീറ്റർ വരും. ഓക്കെ, ടോട്ടൽ സ്പാൻ 4 + 4 + 2 8 10 വരുന്നുണ്ടല്ലേ. ക്ലിയർ, ശരി. അപ്പോൾ നമ്മൾ ഫിഗറെല്ലാം വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം അപ്ലൈ. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം നോക്കാം, സിഗ്മ ഫോഴ്സ് ഷുഡ് ബി 0. അല്ലെ, വെർട്ടിക്കൽ ഫോഴ്സിൽ നിന്നും 0 വരണം. വെർട്ടിക്കലായിട്ട് RA ഉണ്ട്, RB ഉണ്ട്, ദെൻ 30 കിലോ ന്യൂട്ടൺ താഴേക്ക് വരണം. അപ്പോൾ മൈനസ് എടുക്കാൻ വേണമെങ്കിൽ സൈൻ വെച്ചിട്ട് -30 കിലോ ന്യൂട്ടൺ, -40 കിലോ ന്യൂട്ടൺ, -60 കിലോ ന്യൂട്ടൺ. ഇതിനവിടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ RA + RB എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് സൈനുള്ള എല്ലാവരെയും നമ്മൾ റൈറ്റ് സൈഡ് ഉണ്ടാകും. 70 + 6 130 വരും, 130 കിലോ ന്യൂട്ടൺ. ഇനി നമ്മൾ മൊമെൻ്റ് എടുക്കാം. മൊമെൻ്റ് അപ്പോൾ A എടുക്കുകയാണ്. മൊമെൻ്റ് അപ്പോൾ A എടുക്കുമ്പോഴത്തേക്ക് 30 കിലോ ന്യൂട്ടൺ × 2 മീറ്റർ, 2 മീറ്റർ ഉണ്ട്. അടുത്ത 40 കിലോ ന്യൂട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതും ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുന്നത് അല്ലേ, +40 × അതിൻ്റെ ദൂരം 6 മീറ്റർ അല്ലേ. 40 ആക്ട് ചെയ്യുന്നത് ഇതാണ്, 4 മീറ്ററാണ്, 4 × 4 മീറ്റർ. അതേപോലെ 60 വരുന്ന ഭാഗത്ത് നോക്കുകയാണെങ്കിൽ +60 × 6 മീറ്റർ. ഓക്കെ, -RB × 10 വരും, =0. അപ്പോൾ എത്ര വരും, 60 + 160 + 36 =10 × RB കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 460 520 10 580 വരും അല്ലേ. 580 = 10 × RB. അപ്പോൾ RBയുടെ വാല്യൂ എടുക്കുമ്പോൾ 58 കിട്ടും. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RA + 58 = 130. അപ്പോൾ RAയുടെ വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 130 - 58 നമുക്ക് 82 കിലോ ന്യൂട്ടൺ കിട്ടും. ക്ലിയർ, 82 അല്ല, എത്ര വരാം, 130 - 58 അല്ലേ, 2 വരും. ദെൻ 70